അപ്പോൾ നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മുടെ ഓണക്കോടി സ്റ്റിച്ചിങ് അമ്മയുടെ സാരിയിൽ നിന്ന് ഓണക്കോടി തയ്ക്കുന്നതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക. നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ്ങും ഫുൾ വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിൽ നമ്മൾ പാവാട എങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പാവാട സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അളവ് പാവാടയാണ്. അളവ് പാവാട ഇല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടതുപോലെ നമ്മൾ ആദ്യം ഹിപ്പിൻ്റെ അളവാണ് നോക്കാനുള്ളത്. നമ്മൾ ഇടുപ്പിൽ അവർ എത്രത്തോളം അളവെടുത്തിട്ടുണ്ട്, കാരണം ഇത് വേറെ ആരെങ്കിലും തയ്ച്ചതായിരിക്കുമല്ലോ, അതൊന്ന് എടുത്ത് നമ്മൾ അതിൻ്റെ അളവൊന്ന് എഴുതി വെക്കണം. ഞാൻ ഈ പറയുന്ന എല്ലാ അളവും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പട്ട എത്രയാണ്, പട്ടയുടെ വീതി, പിന്നെ പട്ടയോടെയും പട്ടയില്ലാതെയും ഓപ്പൺ എത്ര വീതി ഉണ്ടെന്നും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് ഈ പാവാടയ്ക്ക് 43 ഇഞ്ച് ഉണ്ട് കേട്ടോ. 43.5 ഉണ്ട്. അതാണ് എൻ്റെ ഇറക്കം. അത് കഴിഞ്ഞ് നമുക്ക് പ്ലീറ്റിൻ്റെ വീതിയാണ് നോക്കാനുള്ളത്. പ്ലീറ്റ് എത്ര വീതിയുണ്ട്, ഇൻടേക്ക്, അതായത് നമ്മൾ പ്ലീറ്റിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കുറച്ച് കയറ്റുമല്ലോ, അത് എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കണം. അതും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് നോക്കാനുള്ളതാണ് എത്ര മീറ്റർ തുണി എടുത്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ ഒരു തയ്യലിൻ്റെ എൻഡിൽ നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ എത്രയാണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്താണ് എടുക്കാനുള്ളത്. എൻ്റെ ഒരു ഇതിന് 3 മീറ്ററോളം തുണി വേണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പിൻ്റെ അളവ് എത്രയാണോ ആ അളവിൻ്റെ ഇൻറ്റു 3 മൾട്ടിപ്പിൾ ആക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതേ പ്രകാരം ഇതേപോലെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്, എത്രയൊക്കെ എന്തൊക്കെ അളവൊക്കെ വേണമെന്ന്. അത് ഞാനിവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിരിക്കുക. എൻ്റെ ഒരു മീഡിയം ടു ലാർജിന് പറ്റിയ ആ ഒരു സൈസാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയിൽ ഇത്രയും ഭാഗത്തോട്ട് അതിൻ്റെ കളറൊന്ന് പടർന്നു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയണം. അതൊന്ന് കുറച്ചൊന്ന് കളയണം, മടക്കി തയ്ക്കാനുള്ളത് ഒഴിച്ച് ബാക്കിയൊന്ന് കളയണം. അതിനുശേഷം നമ്മുടെ ഒരു സൈഡിലെ വീതി കുറഞ്ഞ ബോർഡർ എടുത്ത് വീതി കൂടിയ ബോർഡറിൻ്റെ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിനുള്ള തുണിയും കൂടെ ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ മറ്റേ വീതി കൂടിയ പട്ടേ എൻഡിലോട്ട് ഇതേപോലെ ജസ്റ്റ് അതിൻ്റെ ഒരു തുമ്പ് ഒന്ന് അകത്തോട്ട് മടക്കിയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു ശകലം ഒന്ന് അകത്തോട്ട് വയ്ക്കുമ്പോൾ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സ്റ്റിച്ച് അവിടെ ഉണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല ബ്രോഡായിട്ടുള്ള ബോർഡർ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. മേളിൽ നിന്ന് താഴെ വരെ തയ്ച്ചെടുക്കുമ്പോൾ ഭയങ്കര നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് ഇപ്പോഴത്തെ മോഡലൊക്കെ കണ്ടിട്ടില്ലേ, ഈ താഴ്ഭാഗം വന്നിട്ട് അത്രത്തോളം വീതിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ തയ്ച്ചാലും ഗൈസ് ഒരല്പം അതിൽ നിന്ന് ബാക്കിയൊന്ന് മേളിൽ നിന്നെടുത്ത് താഴോട്ട് വെച്ച് തയ്ക്കുമ്പോൾ ഒരല്പം അതിൽ നീളം കൂടുതലായിട്ട് വരും. ഇത് ചെയ്തപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ പട്ടുപാവാട ചെയ്തപ്പോഴും അങ്ങനെയാണ്. അതിൻ്റെ കണക്ക് കൂട്ടൽ, അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേളിൽ നിന്നെടുത്ത് താഴെ വയ്ക്കുമ്പോൾ നീളം കൂടി പോണത്. അപ്പോൾ അത് തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര വീതിയോൾ കിട്ടും. ഈ ഒരു യെല്ലോ ഉണ്ടല്ലോ, നമ്മൾ 2ആയിട്ട് മടക്കി ഉള്ളിലോട്ട് തന്നെ തയ്ച്ച് വയ്ക്കും, തയ്യൽ തുമ്പായിട്ട്. അപ്പോഴേ അതിനൊരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണം. എനിക്കിവിടെ 44 കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേ പാവാടയുടെ ടോട്ടൽ ലെങ്ത്ത് പട്ടയും കൂടെ ചേർത്ത് തന്നെ എനിക്ക് 43.5 ഉണ്ടായിരുന്നത്. ഇതിന് പട്ട നമ്മൾ ഹിപ്പിലെ പട്ടയൊന്നും വെക്കാതെ തന്നെ 44 ഉണ്ട്. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ലെങ്ത്ത് ആയിരിക്കും. ഇച്ചിരി ലെങ്ത്ത് കൂടിയാലും നമുക്ക് വൃത്തികേടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എനിക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് 1.5 നമ്മുടെ തയ്ച്ച പാവാടയിൽ 1.5 പട്ട ഉണ്ടായിരുന്നത്. അപ്പോൾ 1.5 ബാക്ക് സൈഡിൽ 1.5 3. അപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 3 6 ഇഞ്ച് വീതിയിലാണ് എടുത്തത്. ഇത്രയും നീളം പോരത്തില്ല, നമുക്ക് ഒരു കഷ്ണവും കൂടെ അധികമായിട്ട് വെട്ടിയെടുത്തതിൻ്റെ ബാക്കിയായിട്ട് വെക്കണം. കാരണം 30 എത്ര ഉണ്ടല്ലോ, നമ്മുടെ 34 ഉണ്ടല്ലോ നമ്മുടെ മൊത്തത്തിലുള്ള പാവാടയുടെ വണ്ണം. അപ്പോഴത്തേക്കും ഇങ്ങനെ 2 പീസായിട്ട് എടുത്തതിന് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പാവാടയുടെ പ്ലീറ്റിങ്ങിലോട്ട് കിടക്കാം. ഇതാണ് വലിയ ടാസ്ക്. എനിക്ക് പ്ലീറ്റിന് ഇൻടേക്കും നമ്മുടെ പുറമേ ഉള്ള പ്ലീറ്റും 2 ഇഞ്ച് വീതിയിലും അതിൻ്റെ ഇൻടേക്കും 2. അപ്പോൾ 2 എന്ന അളവിൽ 2 എന്ന അളവിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ഇടും. എന്തെന്ന് വെച്ചാൽ അതായിരിക്കും നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ നമുക്കതാണ് ഈസി. ഇനി നമുക്കതിൻ്റെ പ്ലീറ്റ് എങ്ങനെ ഇട്ട് കൊടുക്കണം, 1ാമത്തെ ഡോട്ടിൽ നിന്ന് 3ാമത്തെ ഡോട്ടിലോട്ട്, അതായത് 1ാമത്തെ ഡോട്ട് 2ാമത്തെ ഡോട്ട് ഉള്ളിലോട്ട് 3ാമത്തെ ഡോട്ട്, അങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. അതായത് 1ാമത്തെ ഡോട്ടിൽ നിന്ന് എടുത്ത് നേരെ 3ലോട്ട് വയ്ക്കണം, 2ാമത്തെ ഡോട്ട് ഉള്ളിൽ പോകണം. ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചിട്ട് നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ല നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം വീതി കൂടിയ കുറഞ്ഞാൽ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ബിഗിനർ, ഞാനും ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്തുള്ളൂ. ഒരിക്കൽ തയ്ച്ചതല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തയ്ച്ചതല്ലേ, അപ്പോൾ ഇത് കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ച് ചാടിക്കേറിയ അഹങ്കാരമൊന്നും കാണിക്കേണ്ട. അപ്പോഴേക്കും നമ്മൾ ഫുൾ പ്ലീറ്റ് എടുത്തെടുക്കുമ്പോൾ നമ്മളിത് ഇതേപോലെ ഇരിക്കും. നമ്മൾ ഹിപ്പിൻ്റെ പട്ട വെട്ടിയ കറക്റ്റ്
കറക്റ്റ് അളവിന് നമുക്ക് കിട്ടിയതുണ്ട്. അതായത് ഇതേപോലെ ഞാൻ പിൻ കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെയും എൻഡ് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് പാവാടയുടെ പ്ലേറ്റിൻ്റെ രണ്ട് എൻഡും ഉണ്ടല്ലോ, നീളത്തിനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങറ്റം ടു ഇങ്ങറ്റം രണ്ടായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് കണ്ട എൻ്റെ ആ ഒരു കളറിൻ്റെ അതൊരു കണ്ടില്ലേ. ഇനി നമ്മുടെ പട്ട വെട്ടി വച്ചിരിക്കണില്ലേ 6 ഇഞ്ച് വീതിക്ക്, അതിൻ്റെയും അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് നല്ല ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലേ ചെയ്യണത്. ഇനി ഞാൻ ഈ പാവാട ഈ പട്ടയിലോട്ട് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ട് കൂടുതലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്നിലൊന്ന് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഇതണ്ട ഇങ്ങനെയാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 വീതിയിൽ വരും എന്തായാലും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഈ പ്ലേറ്റ്സൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അടിഭാഗമാണ് നമുക്ക് ഫ്രണ്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലത്തെ പ്ലീറ്റൊക്കെ ചുരുങ്ങുന്നുണ്ടോ നോക്കി വേണം നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും ഗൈസ്. ഇനി നമുക്ക് ബാക്കി ഹിപ്പും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതേപോലെ ബാക്കി വരുന്ന തുണിയിൽ ഒരു എൻഡ് നമ്മളിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല മടക്കി വെച്ച് അടിക്കുമ്പോഴത്തേക്കും. ഇനി നമ്മളത് ഇതേപോലെ അതിൻ്റെ പുറത്ത് കയറ്റി വെച്ച് ഒന്ന് നീളത്തിന് അടിച്ച് കൊടുത്താൽ ഗൈസ് കഴിഞ്ഞിട്ടില്ല, ഒരല്പം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നീളത്തിന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ സൂചി കുത്തി വെച്ച് കറക്കിയെടുത്ത് ആ പട്ടയുടെ എൻഡിലും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും ഗൈസ്. ഇങ്ങനെ വെച്ചാൽ ഒരു ഫിനിഷ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ നിങ്ങൾ ഇതൊന്ന് കണ്ട, ഇപ്പുറത്തെ സൈഡ് കണ്ട, ഇതേപോലൊരു ഫിനിഷിങ്ങിൽ കിട്ടും. കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആകെയുള്ളത് നമ്മുടെ പട്ടയും നമ്മുടെ പട്ട അല്ലാതെയൊക്കെ ഉള്ള മൊത്തത്തിലുള്ള ഓപ്പൺ എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഒരളവ് നോക്കിയിട്ട് നമ്മൾ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1-2 സ്റ്റിച്ച് നമ്മൾ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഇത്രയും ഓപ്പൺ നമുക്ക് മതി. ഒരു 4 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഓപ്പൺ ഇട്ടിരിക്കുന്നത്. അതായത് ഇതേപോലെ താഴറ്റം വരെ തയ്ക്കുമ്പോൾ നമ്മളെ പാവാട ഇവിടെ റെഡി ആവും ഗൈസ്. നമുക്ക് അളവ് പാവാട കൊണ്ട് നല്ല സൂപ്പറായിട്ട് തയ്ക്കാൻ പറ്റും ഗൈസ്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഇറക്കമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇട്ട വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇനി ചുമ്മാ ഇട്ടിട്ട് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഹുക്കും അയ്യും കൂടെ മറന്നു പോകാതെ വെച്ച് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, വാങ്ങിയാലേ ഉള്ളൂ ഗൈസ്. അതും കൂടെ വെച്ച് കൊടുത്താൽ നമുക്ക് ഓക്കെ ആയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളവ് പാവാട ഇല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണമെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഹിപ്പിൻ്റെ അളവ് സെറ്റ് ചെയ്യണം. അതായത് നമ്മളെ പട്ട വെട്ടാനുള്ള തുണി എത്ര അളവിന് എടുക്കണമെന്ന് നോക്കണം. അതായത് നമ്മുടെ ഹിപ്പിൽ നിന്ന് ഇത്രയൊന്ന് ലൂസ് കിട്ടുന്ന രീതിയിലൊന്ന് എത്ര അളവുണ്ടെന്ന് നോക്കണം. അത് ഇത്രയൊന്ന് ലൂസ് കിട്ടുന്ന രീതി. കാരണം നമുക്ക് കാലിൽ കൂടെ ആയിരുന്നാലും തലയിൽ കൂടെ ആയിരുന്നാലും കയറണമല്ലോ. ഇടുപ്പിൻ്റെ കറക്റ്റിൽ വെച്ചാൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്രയും ലൂസിനുള്ള അളവെടുക്കണം. അതായത് ഇപ്പോൾ എൻ്റെ അളവ് 30 ആണെങ്കിൽ ഞാൻ ഒരു 36ഓളം ഇവിടെ ഇത് അളവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 36 ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം ആ 36x3 നമ്മുടെ തുണി എടുക്കാനുള്ള മീറ്റർ. അതായത് ഞാൻ എൻ്റെ അളവ് 36ആണല്ലോ എടുത്തത്. ആ 36ൻ്റെ 3 മടങ്ങ് 36 × 3 എത്രയാണ് 108 കിട്ടും. അപ്പോൾ നമ്മൾ ആ 108നെ 39, അതായത് 39 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, 39 പോയിൻറ്റ് സംതിങ് ആണ് 1 മീറ്റർ. അതായത് ഇഞ്ച് കണക്കിന് പറയുകയാണെങ്കിൽ 100 ഇഞ്ചും സെൻറ്റിമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 100 സെൻറ്റിമീറ്ററും ഇഞ്ച് കണക്ക് പറയുകയാണെങ്കിൽ 39 പോയിൻറ്റ് സംതിങ് ആണ് നമ്മുടെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പോൾ 108 നമ്മൾ 39 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.72, ഒരു 2 മീറ്ററും കുറച്ച് 2.25, 3ഓളം. അപ്പം ഞാൻ 3 മീറ്ററാണ് നമ്മൾ അളവ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അളവും നമ്മൾ എത്ര മീറ്റർ തുണി എടുക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എവിടെയാണോ പാവാട ഉടുക്കുന്നത് അവിടെ നിന്ന് ഫ്ലോർ വരെ ഇങ്ങനെ ടേപ്പ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചവിട്ടി ഫ്ലോറിൻ്റെ അവിടെ വെക്കണം. അപ്പോൾ നമ്മൾ ചവിട്ട് കൊള്ളുന്ന ഏതിലാണോ അത്രയാണ് നമ്മളുടെ പാവാടയുടെ ഇറക്കം. അപ്പോഴത്തേക്കും ഇതിൽ നിന്ന് നമുക്ക് പട്ടയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് കിട്ടും. ഇല്ല ഇതിൽ നിന്ന് പട്ടയുടെ ഇത് കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതാണ്ട് ഈ വിരലിൻ്റെ ഇത്രയുള്ള ഒരു ഇഞ്ചോളം നമുക്ക് 1-1.5 ഇഞ്ചോളം നമുക്ക് പട്ടയ്ക്ക് വീതി കാണും ഒരു സൈഡ്. അപ്പോൾ 2 സൈഡും കൂടെ ആകുമ്പോഴത്തേക്കും 3 കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമുക്കൊരു 3-3.5 ആ ഒരു അളവിന് കിട്ടും. അപ്പം ഞാനിവിടെ മൊത്തത്തിൽ പട്ടയുടെ വീതി 6ആണ് എടുത്തത്. കാരണം ഞാൻ ഇച്ചിരി കട്ടി ഇട്ടാൻ വേണ്ടിയിട്ട് 3-1 അടിയിലോട്ട് മടക്കി വെച്ചിട്ടാണ് ആ തയ്യൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ 2 ഇഞ്ച് പ്ലീറ്റും പിന്നെ അതിൻ്റെ ഇൻടേക്ക് അടിയിലോട്ട് 2 എന്ന രീതിയിൽ 2 എന്ന അളവിനാണ് ഡോട്ടിട്ട് ഇഞ്ച് നമ്മൾ എടുത്തത്. ഇനി ഓപ്പൺ പട്ടയും കൂടെ ചേർത്തിട്ട് 4ആണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. സൈഡിലെ ഓപ്പൺ 4ആണ് കൊടുക്കുന്നത്. ഇനി
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലീറ്റ് ഇത്ര 3 മീറ്റർ നമ്മളുടെ മൾട്ടിപ്പിൾ ഇപ്പോൾ എൻ്റെ ഹിപ്പിൻ്റെ അളവിന് 3 മീറ്റർ എടുത്ത് ഈ 2 ഇഞ്ച് വീതിയിൽ പ്ലേറ്റ് ഇട്ട് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ നീളത്തിനൊന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ പട്ടവെട്ടിയിൽ ഹിപ്പിലെ പട്ടവെട്ടിയിൽ അതിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കണം കറക്റ്റ് ആണോ ഈക്വൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് അധികമായിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയണം കേട്ടോ. കുറവാണെങ്കിൽ ഒന്ന് പ്ലീറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പട്ടയുടെ അളവിന് എടുക്കണം. എന്നിട്ട് സൈഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് 2 സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വരെ മേളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോളം തുണിയും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഞാനും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഈസിയാണ് പാവാട തയ്ക്കാനെന്ന് മനസ്സിലായി. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മടിക്കേണ്ട. വീഡിയോസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കണ്ട. ടാറ്റാ.